വെളിയത്തനാട് MIUP സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ ആക്രമിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ CPM നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ജനകീയ മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം KH സദകത്ത് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിളിപ്പിച്ച് ഈ വിഷയങ്ങൾ കുട്ടികളുടെ സാന്നിധ്യത്തിൽ സംസാരിക്കുകയും അത് രമ്യമായി പരിഹരിച്ചുകൊണ്ട് ഈ കുട്ടികൾ തമ്മിലുള്ള ബന്ധം സ്കൂൾ കുറച്ചുകൂടി ദൃഢമായി പോകേണ്ട ഒരു ആവശ്യകതയെല്ലാം പറയുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ സ്കൂളിന്റെ PTA-യുടെ ഭാഗവുമായിട്ടുള്ള വ്യക്തി അനധികൃതമായിട്ട് HM-ന്റെ റൂമിലേക്ക് അനധികൃതമായി കടന്നു കയറുകയും ആ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായിട്ടുള്ള ആ മർദ്ദനമേറ്റ് 12 വയസ്സുകാരനായിട്ടുള്ള കുട്ടി മറിഞ്ഞു വീഴുകയാണ്. ആ കുട്ടിയുടെ ജീവിതത്തിൽ അവസാനം വരെയും അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഈ പ്രതികരണം, ആ ഒരു അടി, അതിന്റെ വേദന മാത്രമല്ല മാനസികമായിട്ട് തകർന്നു പോയിട്ടുണ്ടാവും. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടിയും പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനയായിട്ടുള്ള ഫ്രട്ടേണിറ്റിയും ഈ സംസ്ഥാനത്തുള്ള ഈ പ്രദേശത്തുള്ള എല്ലാ ദേശീയ സംസ്ഥാന പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ട് FIR ഇടുവാനോ പ്രതിയെ പിടിക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ല. FIR ഇട്ടതൊക്കെ പറയുന്നുണ്ട്, അത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM-നുണ്ട്. ഇവിടുത്തെ പ്രാദേശിക CPM-ന്റെ കമ്മിറ്റിക്കുണ്ട്. അതുപോലെ തന്നെ പോലീസിനുണ്ട്. പോലീസിനെ ഒളിച്ചുകളി നടത്തുകയാണ്. മൂക്കിന്റെ താഴത്തുണ്ട്, ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. CPM-ന്റെ പൊതുബോധമുള്ള സഖാക്കൾ തള്ളിപ്പറയുന്നുണ്ട്. പാരന്റ് എന്ന ഒരു മാതാവെന്നും പിതാവെന്ന നിലയിൽ CPM-ന്റെ ഉത്തരവാദിത്ത ബോധമുള്ള ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള സഖാക്കള് രഹസ്യമായിട്ട് പറയുന്നുണ്ട് അവൻ ചെയ്ത പോക്രിത്തരമാണ്, വലിയ ശിക്ഷ അറിയിക്കുന്ന പാതകമാണ്, അതുകൊണ്ട് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പരസ്യമായി പറയാൻ അവർ ഭയക്കുകയാണ്, സഖാക്കളെ ഭയക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി അംഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും, ഏരിയ കമ്മിറ്റി അംഗം ഏരിയ സെക്രട്ടറിയെയും, ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറിയെയും, സംസ്ഥാന സെക്രട്ടറിയെല്ലാം ഭയക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്താണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സ് മാത്രമുള്ള കുട്ടിക്ക് നേരെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവ്, പ്രാദേശിക നേതാവ് ഇത്തരം ഒരു അക്രമം നടത്തിയിട്ടുള്ളത്. ഈ കുട്ടികള് ഇപ്പോൾ ഏൽക്കുന്ന മാനസികമായിട്ടുള്ള ആഘാതങ്ങളൊക്കെയും അതിന് ജീവിതാവസാനം വരെയും ഉണ്ടാകും. WPI കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ എടയാർ, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ സിയാദ, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് റമീസ് ബിൻ ജമാൽ, അനീസുദ്ദീൻ മാനാലി, സുലൈമാൻ, അഷറഫ് താപ്പിലാൻ, സദ്ദാം പാലത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.